ഇറാൻ ഇന്ന് ഒരു വാർത്താ വിസ്ഫോടനത്തിന്റെ നടുവിലാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾ കാണുന്നത് രാജ്യം തകർച്ചയുടെ വക്കിലാണെന്ന റിപ്പോർട്ടുകളാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മോസ്കോയിലേക്ക് പലായനം ചെയ്യുന്നു. സൈന്യം കൂട്ടത്തോടെ കൂറുമാറുന്നു. വിമതർ നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു. ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? സത്യാവസ്ഥകൾ വളച്ചൊടിക്കപ്പെടുന്ന ഈ വാർത്തായുദ്ധത്തിൽ ഇറാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇറാനിലെ തെരുവുകളിൽ ചോര ചിന്തുമ്പോൾ അതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതിനേക്കാൾ സങ്കീർണമാണ്. നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഇറാനിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും ഒരു ഡിസ്റ്റോർഷൻ ഫീൽഡിനുള്ളിലാണ്. അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഈ സംഭവങ്ങളെ പലപ്പോഴും തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പെരുപ്പിച്ചു കാണിക്കാറുണ്ട്. ഇറാനിൽ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രചാരണങ്ങൾ ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഇറാൻ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്റർനെറ്റ് ബ്ലാക്കൌട്ട് കാരണം അവിടെ നിന്നുള്ള വിവരങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കുക എന്നത് അസാധ്യമായിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല: ആയിരക്കണക്കിന് ഇറാനികൾ തെരുവിലുണ്ട്. 2025 കണക്കുകൾ പ്രകാരം ഏകദേശം 2500ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ വെറുമൊരു രാഷ്ട്രീയ സമരം മാത്രമല്ല, അത് രാജ്യത്തെ നട്ടെല്ലൊടിക്കുന്ന 3 വലിയ പ്രതിസന്ധികളുടെ പരിണിതഫലമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശാപം രാഷ്ട്രീയമല്ല, മറിച്ച് പ്രകൃതിയാണ്. രാജ്യം ഇന്ന് കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തടാകങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഭൂഗർഭ ജലസ്രോതസ്സുകൾ വറ്റിവരളുന്നു. നദികൾ ചെളിക്കുണ്ടുകളായി മാറുന്നു. കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ ജനങ്ങളെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നഗരങ്ങളിൽ വലിയ ജനസാന്ദ്രതയ്ക്കും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകുന്നു. ഭരണകൂടത്തിന്റെ പരാജയപ്പെട്ട ജലമാനേജ്മെന്റ് നയങ്ങളാണ് ഈ പാരിസ്ഥിതിക ദുരന്തത്തിന് ആക്കം കൂട്ടിയത്. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ ഇറാൻ ഇന്ന് സ്വന്തം ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ പാടുപെടുകയാണ്. വർഷങ്ങളായുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് 2025 ജൂണിൽ ഇസ്രായേലുമായുണ്ടായ സംഘർഷത്തിൽ ഇറാന്റെ എണ്ണവാതക പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. തകർന്ന പ്ലാന്റുകൾ സമയത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്തതിനാൽ രാജ്യം ഇന്ന് വലിയൊരു എനർജി ഡെഫിസിറ്റിലാണ്. ഇത് വിലക്കയറ്റത്തിനും വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കും കാരണമായി. ഇറാന്റെ സാമ്പത്തികാവസ്ഥ ഇന്ന് പരിതാപകരമാണ്. അമേരിക്കയുടെ മാക്സിമം പ്രഷർ നയവും 2015 ആണവ കരാറിന്റെ തകർച്ചയും ഇറാനെ ലോക വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 40% ഇടിഞ്ഞു. 2024 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പെഷഷ്കിയാൻ ഉപരോധങ്ങൾ നീക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടത് ജനങ്ങളിൽ വലിയ നിരാശയുണ്ടാക്കി. ഡിസംബർ അവസാനത്തോടെ ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാർ തെരുവിലിറങ്ങിയതോടെയാണ് പ്രതിഷേധം പുതിയ തലത്തിലെത്തിയത്. പ്രതിഷേധങ്ങൾ ശക്തമാണെങ്കിലും ഇറാൻ ഭരണകൂടം ഉടനെ തകരുമെന്ന് കരുതുന്നത് വസ്തുതയല്ല. ഭരണകൂടത്തിന് ഇറാനിൽ വലിയൊരു പിന്തുണക്കാരും സമാന്തര സൈനിക വിഭാഗവുമുണ്ട്. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് IRGC കേവലം ഒരു സൈന്യമല്ല, അവരൊരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയാണ്. അവർക്ക് ഈ വ്യവസ്ഥിതി തകരുന്നത് താങ്ങാനാവില്ല. എന്നാൽ രാജ്യത്തെ സാധാരണ സൈന്യത്തിന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. അവർക്ക് റെവല്യൂഷണറി ഗാർഡ്സിനോളം ആയുധങ്ങളോ അധികാരമോ ഇല്ല. സൈന്യത്തിനുള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കൂറുമാറ്റമുണ്ടായാൽ മാത്രമേ ഭരണകൂടത്തിന് വലിയ ഭീഷണിയുണ്ടാകൂ. ഇറാൻ ഭരണകൂടത്തെ വെറുക്കുന്നവർ പോലും ഭയക്കുന്ന ഒരു കാര്യമുണ്ട്: ഒരു ആഭ്യന്തര യുദ്ധം. ഭരണകൂടം തകർന്നാൽ രാജ്യം പല വംശീയ ഗ്രൂപ്പുകളായി ചിതറിപ്പോകുമോ എന്ന പേടി പലരെയും പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. സിറിയയിലോ ലിബിയയിലോ ഉണ്ടായതുപോലെയുള്ള ഒരു അവസ്ഥ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തെ താഴെയിറക്കിയേക്കില്ലെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഒന്നുകിൽ രാജ്യം കുറച്ചുകൂടി ലിബറലായ പാത സ്വീകരിക്കും, അല്ലെങ്കിൽ സൈന്യം പൂർണ്ണ അധികാരം കൈയാളുന്ന ഒരു കർക്കശമായ വ്യവസ്ഥിതിയിലേക്ക് മാറും. ഇറാൻ ഇന്നൊരു വലിയ മാറ്റത്തിന്റെ മുനമ്പിലാണ്. ആ മാറ്റം രക്തരഹിതമായിരിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.